നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചെൽസിക്ക് എന്താണ് പറ്റിയത്? മികച്ച രൂപത്തിൽ അവർ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ തുടർച്ചയായി മത്സരങ്ങളിൽ അവർ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നു. തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലാണ് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. എവേർട്ടനോട് ഗോൾ രഹിത സമനില, ഫുൾഹാമിനോട് 2-1 തോറ്റു. ഇപ്പോൾ ഇതാ ഇപ്സ്വിച്ച് ടൗണിനോട് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോറ്റിരിക്കുന്നു. എവേ മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ 12ാമത്തെ മിനിറ്റിൽ ഡിലാപ്പിലൂടെ ഇപ്സ്വിച്ച് ടൗൺ ലീഡെടുത്തു. പിന്നീട് ഹിച്ചിൻസൺ 53ാമത്തെ മിനിറ്റിൽ ഗോളടിക്കുക കൂടി ചെയ്തപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ഇപ്സ്വിച്ച് ടൗൺ സ്വന്തമാക്കി. ചെൽസി കുതിച്ചു പാഞ്ഞ് 2ാം സ്ഥാനത്ത് പ്രീമിയർ ലീഗിൽ നിന്ന ടീമാണ്. ഈ മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ആ ടീം ഇപ്പോൾ 19 കളികളിൽ നിന്ന് 35 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. 1ാം സ്ഥാനത്തുള്ള ലിവർപൂളിനേക്കാൾ 10 പോയിന്റ് പുറകിലാണ്. ലിവർപൂൾ ആവട്ടെ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത്. സോ കാര്യങ്ങൾ എവിടെയോ കൈവിട്ടു പോയിരിക്കുന്നു. എൻസോ മരേസ്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളിക്ക് ശേഷം പറഞ്ഞത്, ഡിസംബറിൽ ഞങ്ങൾക്ക് 9 മത്സരങ്ങളാണ് കളിക്കേണ്ടി വന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ വിജയിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. ആദ്യത്തെ 5-6 മത്സരങ്ങൾ ഞങ്ങൾ വിജയിച്ചു. പിന്നീട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. ഇത് സ്വാഭാവികമാണ്. കാരണം ഈ മാസത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ടയേർഡായി പോയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ എൻസോ മരസ്ക പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഇത്തരത്തിലുള്ളൊരു മൊമെൻ്റ് ഈ സീസണിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഹാവ് എ സീസൺ വിത്തൗട്ട് ദിസ്. ഇതില്ലാതെ, ഇങ്ങനെയുള്ളൊരു മൊമെൻ്റ് ഇല്ലാതെ ഒരു സീസണും കടന്നു പോവില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ചെൽസിയുടെ പെട്ടെന്നുള്ള ഈ വീഴ്ച ആരാധകർക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.